ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാളി ചേച്ചിയുടെ കല്യാണത്തിന് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. മാളി ചേച്ചി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിത്തുവിൻ്റെ കസിനാണ്, മാമൻ്റെ മോളാണ് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു റിസപ്ഷൻ്റെ, അതിൻ്റെ മാരേജാണ് കേട്ടോ. അപ്പം ഞാൻ ജിത്തുവിൻ്റെ വീട്ടിലായിരുന്നു. അപ്പം ഞാനൊരു ധാവണി സെറ്റാണ് വാങ്ങിയിരുന്നത്. അപ്പോൾ അത് ഉടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്ന് അത്യാവശ്യം നല്ല ലേറ്റായി. കല്യാണമൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ധൃതി പിടിച്ച് പോവാണ് കേട്ടോ. നമ്മളെങ്ങനെയെങ്കിലും പെട്ടെന്ന് അവിടെ റീച്ച് ആവണം എന്നാണ് വിചാരിക്കണത്. അങ്ങനെ നമ്മളവിടെ ചെന്നു. ഗ്രീൻ വാലി ഓഡിറ്റോറിയം സദാനന്ദപുരത്ത് വെച്ചായിരുന്നു കേട്ടോ കല്യാണം. കരിക്കം ആ ഒരു ഏരിയയിലായിരുന്നു കല്യാണം. നമ്മൾ എങ്ങനെയൊക്കെയോ കറക്റ്റ് സമയത്ത് അവിടെ ചെന്നു. അവിടുന്ന് കുറച്ച് നടന്ന് പോകേണ്ട ഒരു ഇതുണ്ട് കേട്ടോ. അപ്പം നമ്മളങ്ങോട്ട് നടന്ന് പോവാണ്. നമ്മൾ ധാവണിയും ഒരു ഷർട്ടും പാൻറ്റും ആണ് കേട്ടോ ജിത്തു പെയർ ചെയ്തിരുന്നത്. നമ്മൾ എപ്പോഴും കളർ ഒരേ കോമ്പിനേഷൻ എടുക്കാൻ നോക്കാറുണ്ട്. പക്ഷേ ഈ ഡ്രസ്സിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഈ ഡ്രസ്സ് അല്ലായിരുന്നു മാരേജിന് വേണ്ടിയിട്ട് എടുത്തിരുന്നത്. അത് അട്ടർ ഫ്ലോപ്പ് ആയതുകൊണ്ട് നമ്മൾ കല്യാണത്തിൻ്റെ തലേ ദിവസം പോയിട്ട് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഷർട്ടും കണ്ടുപിടിച്ചിട്ടാട്ടോ നമ്മൾ കല്യാണത്തിന് വന്നത്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് കല്യാണത്തിൻ്റെ അങ്ങോട്ടേക്ക് കാണാം കേട്ടോ. അപ്പം നമ്മളവിടെ ചെന്നപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ. അപ്പോൾ കല്യാണമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ചെറുക്കനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഫ്രണ്ടിലായിരിക്കും ആൾക്കാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും മാരേജിൻ്റെ തിരക്കായത് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മിണ്ടാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും വീഡിയോ കൊണ്ടുവന്ന് കാണിക്കായിരുന്നു. കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടോ ചെക്കൻ്റെ ഫാമിലിയും, ചെക്കനും അച്ഛനും അമ്മയും സിസ്റ്ററുമാണ് കേട്ടോ ചെക്കൻ്റെ ഫാമിലിയിലുള്ളത്. അപ്പോൾ അവർ കൊണ്ടിരുത്തുന്ന ആ ഒരു ചടങ്ങാട്ടോ ഇത്.
ഈശ്വര ഭഗവാനെ എൻ്റെ ഒരവസ്ഥ. അപ്പോൾ അവർ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇത് നമ്മുടെ ഒരു കസിനാട്ടോ, വൃന്ദയെന്നാണ് പേര്. നമുക്ക് ഒരുപാട് കസിൻസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എടുത്ത് പറയാനായിട്ട് പറ്റില്ല, ഒരു ലോങ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ഓരോരുത്തരെ എടുത്ത് പറയാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ ഞാൻ എവിടെ ഇങ്ങനെ ഇരിക്കാം. എന്തൊരവസ്ഥ. മൈ ഗോഡ്. സോറി. ഇവിടെ വന്നിരിക്കുന്നത് സുട്ടനോ? അവരെല്ലാം അപ്പുറത്തെ സൈഡിൽ. ചേട്ടാ ബ്ലോഗാ ചേട്ടാ, കഷ്ടപ്പെട്ടാ ബ്ലോഗാ. എഡിറ്റ് ചെയ്തിട്ട് എല്ലാം കൂടെ നോക്കായിട്ടാണല്ല ബ്ലോഗ് എന്തായാലും ചെറുപ്പം നേരെ ബ്ലോഗിനകത്താണ്. കേറി ചെല്ലടാ അങ്ങോട്ട്. കേറി ചെല്ല.
നോക്കടാ. അങ്ങനെ അടിപൊളിയായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുള്ള് ഫോട്ടോസ് എടുപ്പായിരുന്നു കേട്ടോ. ഇതാണ് ചേച്ചിയുടെ ഫാമിലി, അനിയത്തി അച്ഛനും അമ്മയായിട്ടുള്ള ഫാമിലിയാണ് കേട്ടോ. ഇത് പിന്നെ ഞാനും എൻ്റെ ചെക്കനും. ഇനിയിപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫുൾ ഫാമിലി എന്ന് പറയുന്നത്. നമ്മുടെ ഏജിൽ കല്യാണം കഴിഞ്ഞവരും അങ്ങനെയുള്ള നമ്മുടെ ഫാമിലിയാണ് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ കസിൻസ്. പിന്നെ ചേച്ചിയുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ വന്നിട്ട് പിന്നെ ഫോട്ടോ എടുപ്പായിരുന്നു കേട്ടോ അങ്ങോട്ട്. പിന്നെ ജിത്തുവിൻ്റെ ഫാമിലി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ ജിത്തുവിൻ്റെ ഫാമിലി. പിന്നെ അങ്ങോട്ട് ഫുള്ള് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ക്യാമറമാൻ ഓടുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതൊക്കെ വീഡിയോ ഇതാണ് കേട്ടോ. പിന്നെ പെണ്ണിൻ്റെ സൈഡിൽ നിന്ന് പെണ്ണിൻ്റെ അനിയത്തിയുടെ ഗ്യാങ് ആയിട്ടുള്ള ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതും ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
എല്ലാവരും ഡാൻസൊക്കെ കഴിഞ്ഞ് എല്ലാവരും നമ്മളൊക്കെ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ പോകുമായിരുന്നു. പുറത്ത് നോക്കിയപ്പം ചെക്കിൻ്റെയും പെണ്ണിൻ്റെയും പലതരം പോസുകളിൽ ക്യാമറമാൻ അങ്ങനെ നിൽക്കാൻ പറയുന്നു, ഇങ്ങനെ നിൽക്കാൻ പറയുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ അവരുടെ ഇടയ്ക്ക് പോയി വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ പറ്റുന്ന അത്രയും ഞാൻ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നിൽക്കുന്നത് നമ്മുടെ ഫാമിലിയും കസിൻസും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരാളെ കാണിച്ചു തരാം. ഇതാട്ടോ നമ്മുടെ ആദി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. പിന്നെ പറയുന്ന പോലെ കാളം വന്നു, ഓലം വന്നു, അവിയൽ വന്നു, പായസം വന്നു, സാമ്പാർ വന്നു. അതേപോലെ എല്ലാവരും വന്ന് നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലും കാര്യങ്ങളും കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പെണ്ണ് പോകുന്നതിന് വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ. ആദി 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 ആദ്യമേ കേറിയടാ ഡോറന്നടച്ചേ ചേച്ചി അങ്ങനെ എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് പോവാണ് കേട്ടോ. ഇങ്ങനെ ചേച്ചിയും ചെക്കനും എല്ലാവരും കൂടി പോയി. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് റിസപ്ഷനുള്ള കാര്യങ്ങൾ നോക്കണം. റിസപ്ഷൻ വ്ലോഗ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇടാം. കാരണം ഇത് തന്നെ അത്യാവശ്യം നല്ലൊരു ലോങ് വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു റിസപ്ഷൻ ഒരു സെക്കൻഡ് പാർട്ടായിട്ടോ അല്ലെങ്കിൽ റിസപ്ഷൻ വ്ലോഗായിട്ടോ ഇടാമെന്ന്. അപ്പോൾ ഇന്നത്തേക്ക് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി കാണുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.